ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നമുക്ക് കപ്പ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. കപ്പ ഫ്രൈ ആക്കിയതാണ്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കണ്ടല്ലോ ഇതിൻ്റെ ഒരു. അപ്പോൾ ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു കപ്പ ഫ്രൈ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കപ്പ വാങ്ങൂലേ, കപ്പ ഫ്രൈ വാങ്ങില്ല, കൊള്ളി ഫ്രൈ എന്നൊക്കെ പറയുന്ന അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ആക്കാനായിട്ട് 2 പീസ് കപ്പ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഓവർ തിന്നാക്കി കട്ട് ചെയ്യാൻ വേണ്ട, എന്നാൽ ഓവർ കട്ടിയിലും കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ മീഡിയം സൈസിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡിയാക്കി എടുക്കില്ല, ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അത്രയും കട്ടി വേണ്ട, അതിനേക്കാളും കുറച്ചുകൂടെ കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വേണം ഓരോ പീസും സ്ലൈസ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓവർ തിക്കും ആവേണ്ട, ഓവർ നൈസും ആയിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. ഓവർ നൈസായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അധികം തിക്നെസ്സിൽ ഓവർ കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനെ കൊണ്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ സാധാരണ ചിപ്സൊക്കെ ഫ്രൈ ആക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ. അപ്പോഴാണ് അതിൽ കറക്റ്റായിട്ടുള്ള ഉപ്പും ആ ഒരു കളറൊക്കെ നമുക്ക് ലഭിക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞാനിപ്പോൾ സാധാ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നാടൻ വെളിച്ചെണ്ണയിലൊക്കെ ഇത് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കൊള്ളി ചേർത്ത് കിടക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുക കൊള്ളി. അപ്പോൾ കറിവേപ്പില ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കൊള്ളി ഫ്രൈ ആക്കി എടുത്താൽ മതിട്ട് ആ കപ്പ. അപ്പോൾ കപ്പ ഇട്ട് കൊടുത്ത പാടന്നെ ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് മാത്രം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും 1 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കപ്പ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ആ ഒരു ടൈമിൽ നല്ലതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് കൊണ്ടല്ലോ ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്കിതിൽ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ കപ്പയാണെന്ന് വിചാരിച്ചിട്ട് ഓവർ ടൈമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ കണ്ടല്ലോ, അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഇതിവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചായയുടെ കൂടെ ആയാലും വെറുതെ ഇരിക്കുന്ന സമയത്തായാലും നമുക്ക് കുറിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ചെറിയൊരു എരിവും ഒരു ഫ്ലേവറൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ചെയ്തെടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കപ്പ ഫ്രൈ ആണിത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തണുത്ത് പോകില്ല കേട്ടോ. ആ ക്രിസ്പിനെസ് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്തായാലും നമുക്ക് ചായയുടെ കൂടെ ആയാലും ഒക്കെ കുറിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ളൊരു കപ്പ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക് യു.